യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും SFIയെ പുകഴ്ത്തിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ ഒരു മണ്ഡലത്തിൽ നേരിട്ടിറങ്ങി 25 ചെറുപ്പക്കാരെ കൂട്ടാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ കാര്യമില്ലെന്നാണ് വിമർശനം. എതിർ പ്രചാരണങ്ങൾക്കിടയിലും CPIM സംഘടനാ സംവിധാനം ശക്തമെന്നും PJ കുര്യൻ, KPCC അധ്യക്ഷൻ, UDF കൺവീനർ എന്നിവരെ വേദിയിലിരുത്തിയായിരുന്നു വിമർശനം. ആദ്യം പ്രതികരണത്തിൽ. മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഓരോ മണ്ഡലത്തിലും പോയി, അല്ലെങ്കിൽ മണ്ഡലത്തിൽ ചെന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ചെറുപ്പക്കാർ ചെന്നാൽ ഒരു മണ്ഡലത്തിൽ 25 ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ ക്യാമ്പയിനൊക്കെ അപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ ഉദ്ദേശിച്ച് എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്. ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട. ഒരു മണ്ഡലത്തിൽ 25 പേരെ കൊണ്ടുവരും. PJ കുര്യൻ അതേ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടി നൽകി. ചെറുപ്പക്കാർ ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് മർദ്ദനമേൽക്കുന്നുണ്ട്. കുടുംബയോഗങ്ങളിൽ ചെറുപ്പക്കാർ കുറഞ്ഞെന്ന് വരും, പക്ഷെ തെരുവുകളിൽ ആ കുറവ് വരാതെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നോക്കുന്നുണ്ടെന്ന് രാഹുൽ പറഞ്ഞു. വിമർശനങ്ങളെ ശിരസാ വഹിക്കുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. ശ്രീ കുര്യൻ സാറ് സംസാരമധ്യേ എന്നോട് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹം ജില്ലയിലെ ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ, സംസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവെന്ന നിലയിൽ ഞാനതിനെ ശിരസാ വഹിക്കുന്നു. ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടുന്ന് ആളുകൾ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, കുടുംബസംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞെന്ന് വരും. പക്ഷേ ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീരാജ്, ഏത് വേദിയിൽ വെച്ചാണ് ഈ പരസ്യമായ വിമർശനം PJ കുര്യൻ ഉന്നയിച്ചത്? രാഹുലിന്റെ മറുപടി. ബിനിൽ, പത്തനംതിട്ടയിലെ നേതൃസംഘ യോഗത്തിലാണ് ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ PJ കുര്യൻ്റെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസിനൊരു വിമർശനമുണ്ടായത്. അതായത് SFI സമരം ചെയ്യുന്നതിൽ SFIയെ കണ്ടുപഠിക്കണമെന്നും അതുപോലെ യൂത്ത് കോൺഗ്രസ് സമരരംഗത്ത് ചെറുപ്പക്കാരില്ല എന്നുമായിരുന്നു PJ കുര്യൻ്റെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം. എന്നാൽ അതേ വേദിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള മറുപടിയും ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് കുടുംബയോഗങ്ങളിൽ ഒരുപക്ഷെ ഈ യുവാക്കളുടെ പ്രാതിനിധ്യം കുറഞ്ഞു എന്നിരിക്കാം, പക്ഷേ തെരുവുകളിൽ, സമരം ചെയ്യുന്ന തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ചെറുപ്പക്കാരെ അണിനിരത്താൻ സാധിക്കുന്നുണ്ട്, ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട് എന്നായിരുന്നു രാഹുലിൻ്റെ മറുപടി. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ആരോഗ്യ വകുപ്പിനെതിരെയും വീണ ജോർജിനെതിരെയും നടത്തിയ സമരങ്ങളെയും രാഹുൽ സൂചിപ്പിച്ചു. അത്തരത്തിൽ തെരുവുകളിൽ സമരം ചെയ്യുന്നതിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഉണ്ടെന്നായിരുന്നു രാഹുലിൻ്റെ മറുപടി. അതുപോലെ തന്നെ ഈ PJ കുര്യൻ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവാണ്, അതുകൊണ്ട് തന്നെ വിമർശനങ്ങളെ ശിരസ വഹിക്കുന്നുവെന്നുമായിരുന്നു രാഹുലിൻ്റെ മറുപടി. എന്നാൽ PJ കുര്യൻ രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കമുള്ള ആളുകളെ വേദിയിലിരുത്തിക്കൊണ്ട്, KPCC അധ്യക്ഷനടക്കം വേദിയിലിരുത്തിക്കൊണ്ട് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമായിരുന്നു ഉന്നയിച്ചത്. PJ കുര്യൻ പറയുന്നത് CPIMൻ്റെ സംഘടനാ സംവിധാനം കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രദേശത്ത് നിന്നും 25 ചെറുപ്പക്കാരെങ്കിലും കൂടെ കൂട്ടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ഘട്ടമൊക്കെയാണ് വരുന്നതെന്ന് നമുക്കറിയാം. ആ ഘട്ടങ്ങളിൽ കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നുള്ള വിമർശനമായിരുന്നു PJ കുര്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്തായാലും ഒരേ വേദിയിൽ തന്നെ PJ കുര്യൻ വിമർശനം ഉന്നയിക്കുന്നു, അതേ വേദിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടിയും ഉണ്ടാകുന്നു. എന്തായാലും ഇതിനെ തുടർന്നുള്ള മറ്റു പ്രതികരണങ്ങളൊന്നും തന്നെ ഇതിൻ്റെ തുടർച്ചയായി വന്നിട്ടില്ല. രാഹുൽ പറയുന്നത് ആ വിമർശനങ്ങളെല്ലാം തന്നെ ശിരസാ വഹിക്കുന്നു. കാരണം PJ കുര്യൻ ഒരു മുതിർന്ന നേതാവാണ്, പലപ്പോഴും കോൺഗ്രസിനെ അടക്കം ഉപദേശിക്കുന്ന, പല കാര്യങ്ങളിലും പല പ്രതിസന്ധികളിലും ഉപദേശം തേടാറുള്ള ഒരു നേതാവാണ് PJ കുര്യൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം ശിരസാ വഹിക്കുന്നു. എന്നാൽ ഈ സമരം ചെയ്യുന്ന തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഉണ്ട് എന്നുമായിരുന്നു രാഹുലിൻ്റെ മറുപടി. ബിനിൽ, ശരി, വ്യക്തമാണ്. അതാണ് രാഹുലിന്റെ മറുപടി. അതേസമയം SFIയെ മാതൃകയാക്കൂ എന്നുള്ളതാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ യൂത്ത് കോൺഗ്രസിനോട്, സംസ്ഥാന അധ്യക്ഷനോട് പറയുന്നത്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.